മുരളിക്ക് തിരിച്ചടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഇത്. പുള്ളിനെ ബാധിക്കും. വടകരയിൽ സൈല ടീച്ചർക്ക് തന്നെയാണ്. വടകരയിലെ ചെറിയ ക്ഷണം ബാധിക്കും എൻ്റെ അഭിപ്രായത്തിൽ. വടകര മുരളീധരൻ തന്നെ. പത്മജ പോയിട്ടില്ലെങ്കിൽ അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ടീച്ചർ ജയിക്കും. പത്മജം പോയില്ലേ, ഇതേമാതിരി തന്നെ ഒരുപാട് കോൺഗ്രസ്സുകാരെ മുണ്ട് വലിച്ചൂരി കഴിഞ്ഞാൽ കാക്കി ട്രൗസർ കാണാം. മുരളി വേറെ ഇത് വേറെ. ഇവിടെ എന്തിനാ നിന്നത്? ഒരു പ്രകടനത്തിന് വരെ പങ്കെടുത്തുക്കണം. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം കോൺഗ്രസിന് വലിയ ഷോക്കായി മാറിയിരിക്കുകയാണ്. കെ മുരളീധരൻ ചില കുറിക്കൊള്ളുന്ന പ്രയോഗങ്ങൾ കൊണ്ട് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചയാവും എന്നുറപ്പ്. കെ മുരളീധരൻ മത്സരിക്കുന്ന വടകരയിൽ എങ്ങനെയാവും പത്മജയുടെ BJP പ്രവേശനം ചർച്ചയാവുക? എത്ര ആൾ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം കർണാടകം പണ്ട് പോയിട്ട് 100 സീറ്റ് കിട്ടിയില്ലേ? UDF അധികാരത്തിൽ കയറിയില്ലേ? പല ആളും പോകും. അധികാരമുള്ളടുത്ത് ആൾക്കാർ പോകും. കുറച്ച് നല്ല പ്രവർത്തകർ മതി കോൺഗ്രസ് UDFന്. മുരളിക്ക് ഒരു തിരിച്ചറിയില്ല. മുരളീൻ്റെ അഭിപ്രായം പറഞ്ഞെങ്കിലൊന്ന് എന്നാൽ കോൺഗ്രസ് ശക്തിപ്പെടുകയുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയാലോ അങ്ങോട്ട് പോട്ടെ, അന്നേരം വാശി കൂടും കോൺഗ്രസിൻ്റെ ശക്തി. എന്നാണ് അടിത്തറ പ്രവർത്തകരൊക്കെ അങ്ങോട്ട് അളകുക. എന്നാൽ യൂണിവേഴ്സ് എല്ലാവരും കൂടെ ഇറങ്ങുകയും ചെയ്യും, എല്ലാം സജീവമാവും. അന്നേരം കോൺഗ്രസ് UDF ജയിക്കും. മുമ്പേ കരുണാകരൻ പോയി, മുരളി പോയി, DH ഉണ്ടാക്കിയിട്ട് അന്ന് ഇവിടെ UDF 100 സീറ്റിൽ അധികാരത്തിൽ വരുന്നു. ഇപ്പോൾ ഇത് കോൺഗ്രസ്സുകാർക്ക് ഒന്നും പാടി വാശി കൂടെ ചെയ്യുള്ളൂ. ഇപ്പോഴോടെ BJPക്ക് പോയി വെച്ചിട്ട് കേരളത്തിൽ ഒരു ചുക്കും കോൺഗ്രസ്സിന് സംഭവിക്കില്ല. CPM പറയേണ്ടത് CPM ത്രിപുരയിൽ എന്താ സ്ഥിതി? 46% വോട്ടുള്ള CPM ഇപ്പം എടുക്കണം 5% വോട്ടാണ്. ഇപ്പോഴും കോൺഗ്രസ്സിന് അവിടെ 2 MP മാരുണ്ട്. പത്മജ പോയാണ്ട് ഒരു ചർച്ചയും കേരളത്തിലുണ്ടാവില്ല. CPM അത് 1-2 സ്ഥലത്ത് ഉപയോഗിക്കല്ലാതെ അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവില്ല CPMന്. അത് കോൺഗ്രസ്സിന് ഒന്നുപാടി വാശു കൂടുകയുള്ളൂ. മുരളി തന്നെ ജയിക്കാൻ സാധ്യത ആണല്ലേ? എന്തുകൊണ്ടാണ്? പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ കരുണാകരൻ്റെ മോളല്ലേ? അതിന് വേറെ കാര്യമുണ്ട്. ആന്റണിൻ്റെ മോൻ അങ്ങോട്ട് പോയിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഒരിക്കൽ രണ്ടാൾക്ക് കവറിൽ കിടക്കുമ്പോൾ ഒരു സുഖം വേണ്ടേ? മുരളിക്ക് തിരിച്ചടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഇത് ഈ ഇലക്ഷനിൽ. വടകരയിൽ മാത്രമല്ല, വടകര മാത്രമല്ല, അതൊരു സംശയമില്ല കാര്യത്തിൽ. പുള്ളിനെ ബാധിക്കും. എങ്ങനെ? എന്തുകൊണ്ടും സഹോദരിയായ നിലയിലും ബാധിക്കും, കോൺഗ്രസ് എന്ന നിലയിലും ബാധിക്കും. വടകരയിൽ സൈല ടീച്ചർക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ പുതിയ ഒരു ഇത് നോക്കാൻ എങ്ങനെ ആയാലും സൈല ടീച്ചർക്ക് തന്നെ അതിൻ്റെ സാധ്യത ഉള്ളത്. പത്മജ മാത്രമല്ല, പല ആളുകളും BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ മുമ്പേ നമ്മൾ കണ്ടല്ലോ, നമ്മളെ സുധാകരൻ തന്നെ പറഞ്ഞത്. എനിക്ക് വേണ്ടി വന്നാൽ ഞാൻ എപ്പോഴും പോവും, അതിനാരും ഇതാക്കണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഈ വടകര ഈ പാർലമെൻറ്റിൽ മുരളിക്ക് വളരെയധികം ഈ പോക്ക് ദോഷം എന്തായാലും. ഇലക്ഷനൊക്കെ ആയില്ലേ, പത്മജ പോവുകയും ചെയ്തു. എന്താ സ്ഥിതി? അതൊന്നും ഒരു വിഷയമല്ല. പത്മജ പോയി കഴിഞ്ഞാലൊന്നും നമുക്കൊരു വിഷയമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട്. പക്ഷെ ഒരു ക്ഷീണമല്ലേ കരുണാകരൻ്റെ മോള് പോകുന്നത്? ലേശം ചെറുങ്ങനെ ബാധിക്കുള്ളൂ. അതൊന്നും ഒരു വലിയ വിഷയമല്ല. അവൾക്ക് ഇനി എന്ത് പരിഗണന? മുഖ്യമന്ത്രി ഒരു കരുണാകരൻ്റെ മോള് എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ പരിഗണന. അതിൽ വലിയ സ്ഥാനം എന്താണ്? ഒരു ലീഡറെ മകളെന്ന് പറഞ്ഞാൽ അതിൽ വലിയ സ്ഥാനം എന്തിനാ വേണ്ടിയത്? വടകരയിലെ ചെറിയ ക്ഷണം ബാധിക്കും എൻ്റെ അഭിപ്രായത്തിൽ. എന്താ എങ്ങനെ ബാധിക്കുക? പത്മജ നാളെ പിറ്റേന്ന് മുരളി മാറെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇതടിക്കും, കമൻ്റ് അടിക്കും. CPM BJP അടിക്കും. CPM അതിൻ്റെ മെയിൻ അടിക്കുക. ലീഡർ K കരുണാകരൻ പണ്ട് പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ വലുതല്ലല്ലോ പത്മജ വേണുഗോപാൽ. പക്ഷെ പോയ BJPയിലേക്കാണ്. അതെ, BJPയിലേക്ക് പോയി എന്നുള്ളത് വിഷയമൊന്നുമല്ല. അനിൽ ആൻ്റണി പോയിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചോ? ആൻ്റണി അതിലും വലിയ ആദർശ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിരുന്നു ആൻ്റണി. ആൻ്റണീൻ്റെ മുമ്പ് പോയിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചു? വടകര ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം എന്താ അറിയോ? സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞ് നിന്നിട്ട് സ്ത്രീകൾക്കെതിരായിട്ട് സംസാരിച്ചൊരു സ്ഥാനാർത്ഥിയാണ് ശ്രീമതി ശൈലജ ടീച്ചർ. അവിടെ KK രമ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, രക്തസാക്ഷിയുടെ വിധവ സംസാരിക്കുന്ന സമയത്ത് അവരെ അധിക്ഷേപിച്ചൊരു സ്ത്രീയാണ്. കെ മുരളീധരന് വടകരക്കാർ വോട്ട് ചെയ്യുക സ്ത്രീത്വത്തിനെതിരായിട്ട് ശൈലജ ടീച്ചർ എടുത്ത നിലപാടിനെതിരായിട്ടാണ്. ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം ലീഡർ K കരുണാകരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരേ ഒരു ലീഡർ K കരുണാകരൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മകൾ പത്മജയ്ക്ക് കൊടുക്കേണ്ട പരിഗണനയും അതുപോലെ തന്നെ പ്രാധാന്യവും എല്ലാം തന്നെ പാർട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പത്മജ എന്നല്ല ആര് തന്നെ പോയാലും ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. K മുരളീധരൻ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ഈ പ്രാവശ്യം ലോകസഭയിലേക്ക് ജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. മുരളീധരൻ ബാധിക്കുന്നില്ല. ഒരു തമ്മിൽ കുഴപ്പമല്ലേ?
അല്ലേ? ഒരു തമ്മിൽ യോജിപ്പില്ലല്ലോ. അച്ഛനെ കുറ്റം പറയും, മക്കൾ എന്നാലും വോട്ടർമാരെ ബാധിക്കില്ല. ഒരു ബാധിക്കില്ല. പത്മജ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇന്ന് രാഷ്ട്രീയത്തിലൊന്നുമല്ല. കോൺഗ്രസിൽ എന്താണോ ഒന്നുമല്ല. വടകരയിൽ ആര് ജയിക്കും? വടകര മുരളീധരൻ തന്നെ. മുരളി തന്നെ ജയിക്കും. പത്മജ പോയിട്ടില്ലെങ്കിൽ അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ടീച്ചർ ജയിക്കും. കെ മുരളീധരനെന്നല്ല, കേരളത്തിലെ എല്ലാ സീറ്റിലും ബാധിക്കും. കാരണം എന്താ അറിയോ, കോൺഗ്രസ്സിന് വിശ്വസിച്ച് ആരും വോട്ട് ചെയ്യില്ല. കാരണം ചെയ്യാത്തതിൻ്റെ കാരണം എന്താ അറിയോ, ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ ബി ജെ പിക്കാരനാണ്. അത് കാരണം ആരും വിശ്വസിച്ച് വോട്ട് ചെയ്യില്ല. പത്മജം പോയില്ലേ, ഇതേമാതിരി തന്നെ ഒരുപാട് കോൺഗ്രസ്സുകാരെ മുണ്ട് വലിച്ചൂരി കഴിഞ്ഞാൽ കാക്കി ട്രൗസർ കാണാം. വടകരയിൽ ശരിക്ക് നല്ലോണം ബാധിക്കും. വടകരയിൽ മുരളീധരനൊക്കെ 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല. കാരണം മുമ്പ് എന്തെന്നാണെന്നറിയോ, 19 സീറ്റ് കേരളത്തിൽ കിട്ടിയത് രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രിയാക്കണം, രാഹുൽ ഗാന്ധിൻ്റെ അടുത്ത് ഒരു ഭരണമാറ്റം വന്നിട്ട് രാഹുൽ ഗാന്ധിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നുള്ളതിനെക്കൊണ്ടാണ്. ആ ഒരു തരംഗത്തിലാണ് CPM-ൻ്റെ ആൾക്കാർ വരെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തത്. മുരളി വേറെ ഇത് വേറെ. ഇവിടെ എന്തിനാണ് നിന്നത്? ഒരു പ്രകടനത്തിന് വരെ പങ്കെടുത്തുക്കണം. പക്ഷെ അവർക്ക് 2-3 സീറ്റ് കൊടുത്ത് MP ആകാൻ കൊടുത്ത് ഇല്ല. മഹിളാ കോൺഗ്രസിന് നേതാവായിട്ട് ഓള് ഒന്നിനും ക്ലച്ച് പിടിക്കില്ല. മുരളി സുന്ദരായ ജയിക്കും ഉറപ്പായിട്ട്. മുരളിക്ക് ഒറ്റ സീറ്റുണ്ട്. ഇപ്പോൾ TP അല്ല ബാധിക്കും. TP-നെ അവിടെ TP മരിച്ച ആളെ എല്ലാം ബാധിക്കും അവിടെ ആ കൊലപാതകത്തിൻ്റെ. പിന്നെ ഒന്നാമത്തേത് ഇപ്പോഴത്തെ ഈ കൊലപാതക രാഷ്ട്രീയം SFIൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബാധിക്കും ജനങ്ങളുടെ ഇടയിൽ. അത് കോൺഗ്രസും UDF എല്ലോണം എനിക്കിടും അതിന് ആ ഇത് SFIൻ്റെ. കരുണാകരൻ്റെ മകള് അത് ഓനിക്ക് തീർച്ചയായും ബാധിക്കുമായിരിക്കും. മുരളിക്ക് തീർച്ചയായും ബാധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഓൻ തന്നെ പറഞ്ഞ് ഞാൻ ഓളെ ബന്ധം വരെ ഇല്ല എന്ന് ഇന്നത്തെ ഇതിൽ പറഞ്ഞിരിക്കണ്. പക്ഷേ ഒരു ഗംഭീര മറുപടിയല്ലേ, പിന്നെ എങ്ങനെ ബാധിക്കുക? ബാധിക്കും, ഉറപ്പല്ല ബാധിക്കും എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കൂറാക്കി പോയാന്നുള്ളതാണ് പറയണത്. കാരണം എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഒന്നിട്ടും, ഒന്ന് പോയാൽ ഒന്ന് ഇട്ട് കൂറാക്കി പോയാൽ മതിയല്ലോ. ഇപ്പം ആണിൻ്റെ മോന് പോയില്ലേ, എന്ത് കോൺഗ്രസ് തന്നെയല്ലേ, എന്തിനാ പറ്റിയതിനൊക്കെ? തൊഴിലുറപ്പ് പദ്ധതിയാണ്. പിന്നെ അപ്പം ഇത് ഉറപ്പാണ്. ഒന്നിട്ടില്ല ഒന്ന് ഇട്ടു. ഇത് പോയില്ലേ പറയാം നമ്മൾ ഊറാക്കാറ്. നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുമല്ലോ എന്തായാലും. ഇത് BJP-യിലേക്ക് പോയ ആൾക്കാർ കോൺഗ്രസിൻ്റെ ഒരു കോൺഗ്രസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ കൂടുതൽ നിന്നിട്ട് കൂടെ അങ്ങോട്ട് പോയി പിന്നെ ഓക്ക് നമ്മളീ എന്തിനാ അവർക്ക് വോട്ട് ചെയ്യുന്നത്? തീർച്ചയായും വിചാരിക്കില്ല, പറയില്ലേ?